ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ വീഡിയോ. പരീക്ഷകളൊക്കെ എഴുതുന്ന ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പറയുകയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് കേട്ടിട്ടുണ്ടോ? മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതു പേരിലറിയപ്പെടുന്നു? മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നു. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് നോൺ ആസ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് നോൺ ആസ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്താണ്? വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1973 കേട്ടോ. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കേട്ടോ. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ഇയർ 1973. അതുപോലെ പറയുകയാണെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് അറിയാമല്ലോ. ഏത് ജില്ലയാണ്? വയനാട് ജില്ലയിലാണ്. ഏതാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണിത്. മുത്തങ്ങ വന്യജീവി സങ്കേതം. സെക്കൻഡ് ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ പറയുകയാണെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ഏതാണ്? ആനയാണ്. പ്രൊട്ടക്റ്റിംഗ് അനിമൽ ഓഫ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആൻസർ എലിഫന്റ്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന. സ്റ്റേറ്റ് അനിമൽ ഓഫ് കേരള. ആൻസർ എലിഫന്റ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. നാഷണൽ ഹെറിറ്റേജ് അനിമൽ ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? എലിഫന്റ്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ വയനാട് വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണ്. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1984. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇയർ 1984 അല്ലെങ്കിൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ഇയർ 1984. അതുപോലെ പറയുകയാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ജില്ല ഇടുക്കി ജില്ലയാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ചിന്നാർ വന്യജീവി വൈൽഡ് ലൈഫ് സാങ്ച്വറി സിറ്റുവേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്ന നദി പാമ്പാറാണ്. ദ റിവർ ഫ്ലോയിങ് ത്രൂ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആൻസർ പാമ്പാർ. ഒരു ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ഏതാണ്? പ്രൊട്ടക്റ്റിംഗ് അനിമൽ ഓഫ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്റ്റാർ ടോർട്ടോയിസ്. നക്ഷത്രാമകൾ. നമ്മൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, മുത്തങ്ങ വന്യജീവി സങ്കേതത്തെക്കുറിച്ചും ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും മിണ്ടാപ്രാണികൾ അല്ലെങ്കിൽ ജീവികളോട് എന്ത് പാടില്ല? യാതൊരുവിധ ക്രൂരതകളും പാടില്ലെന്നാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ പട്ടി പൂച്ചകളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്താറുണ്ട്. അല്ലെങ്കിൽ അവയൊക്കെ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. ഒരിക്കൽ പോലും മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നാണ് കേട്ടോ. ഒരിക്കൽ പോലും പാടില്ല. കാരണം മിണ്ടാപ്രാണികളെ ഉപദ്രവിച്ചാൽ കേട്ടോ നരകം കാണേണ്ടി വരുമെന്നാണ്. ഈ നരകം എവിടെയാണ്? സ്വർഗവും നരകവും ഒക്കെ എവിടെയാണ്? ഈ ഭൂമിയിലാണെന്നാണ്. സ്വർഗവും നരകവും എവിടെയാണ്? ഈ ഭൂമിയിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും ജീവികളോട് ക്രൂരതകളൊന്നും കാണിക്കാൻ പാടില്ല. യാതൊരുവിധ ക്രൂരതകളും കാണിക്കാൻ പാടില്ല. മിണ്ടാപ്രാണികളോടൊന്നല്ല, മനുഷ്യരോടും ആരോടും യാതൊരു ക്രൂരതകളും കാണിക്കാൻ പാടില്ല കേട്ടോ.
നമ്മുടെ ഓരോ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തായി മാറണം? വേറൊരാൾക്ക് നന്മയായിട്ട് മാറണമെന്നാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി എന്തായി മാറണം? വേറൊരാൾക്ക് നന്മയായിട്ട് മാറണമെന്നാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നല്ലത് ചിന്തിക്കാനും നല്ലത്, എല്ലാ വീഡിയോയിലും പറയുന്നത്, നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ എന്താണ് അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. നല്ല ചിന്തകൾ എന്ത് ചെയ്യുന്നു? മനസ്സിനെ ശുദ്ധീകരിക്കുന്നു എന്നാണ്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണത് നല്ല ചിന്തകൾ കേട്ടോ. നല്ല ചിന്തകൾ വെച്ചു പുലർത്താൻ നാം എപ്പോഴും ശ്രമിക്കണം. മനസ്സെന്ന് പറഞ്ഞാൽ ഒരു വിളനിലമാണെന്നാണ് കേട്ടോ. അവിടെ എന്ത് വെച്ച് പുലർത്തണം എന്ന്, അല്ലെങ്കിൽ എന്തവിടെ നട്ടു വളർത്തണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ്. അതുകൊണ്ട് മനസ്സിൽ എപ്പോഴും നന്മ നട്ടു വളർത്തുക കേട്ടോ. ജീവിതത്തിൽ എക്കാലവും നമ്മെ പിന്തുടരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന്, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് തുണയായി മാറുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമാണ്. ഏതാപത്തിലും നമുക്ക് രക്ഷയായി മാറുന്നത് എന്താണ്? നമ്മളിലെ നന്മകൾ മാത്രമാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം കേട്ടോ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താണ്? വളരെ വലിയ ഭാഗ്യമാണ്. അതുപോലെ നമ്മൾ ചിന്തിക്കും, നമ്മളിപ്പോൾ ഒരു വ്യക്തിക്കൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ചിലപ്പോൾ നമുക്ക് നന്മ ലഭിക്കണമെന്നില്ല. എങ്കിലും നമുക്ക് ജീവിതത്തിൽ എവിടെങ്കിലും വെച്ച് വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മൾ ചെയ്ത നന്മ അതിൽ നാം കൊടുത്തതിൻ്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. എല്ലാം പറയട്ടെ. അവിടെ വീഡിയോ കാണുന്നത് വീഡിയോ തീർച്ചയായിട്ട് കാണുക. ഞാൻ പറഞ്ഞല്ലോ, ദിവസം ഒരു വീഡിയോ വെച്ച് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര തിരക്കായിരുന്നു, അതെനിക്ക് സമയമുള്ള ഒരാളല്ല. 24 ഒരുപാട് കാര്യങ്ങളുണ്ട്, 150 കൂട്ടം കാര്യങ്ങളുള്ള ആളാണ് ഞാൻ. എങ്കിലും ഞാൻ എത്ര തിരക്കായാൽ പോലും ദിവസം ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ അറിവുകൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ ഒരു പരോപകാരം പോലെ ചെയ്യുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്കെല്ലാവർക്കും അറിയാം പരോപകാരം എന്താണ്, പുണ്യമാണെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ അറിവ് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അതുപോലെ നമ്മുടെ ഈ ചെറിയ അറിവ് വേറൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്, അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ അറിവ് എന്താണ്? അറിവിനെക്കുറിച്ച് പറയാൻ നമ്മുടെയൊക്കെ അറിവ് ചെറിയ അറിവാണ് കേട്ടോ. നമ്മുടെയൊക്കെ അറിവ് എന്താണ്? വളരെ ചെറിയ അറിവാണ്. അപ്പോൾ നമ്മളൊക്കെ വേണമെങ്കിൽ പറയും, എനിക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട്, ഒരുപാട് ട്രെയിൻ പോലെ എഴുതിയാലും തീരുന്നതല്ല എൻ്റെ ഡിഗ്രികളെന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെയൊക്കെ അറിവ് എന്താണ്? വളരെ ചെറുതാണ് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നത് ചെയ്യുക, തുടർച്ചയായിട്ട് കാണും.